This news is sponsored by മരിയ ഫാഷൻസ് മാള. സാധാരണക്കാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാളയുടെ ചോയ്സ് മരിയ ഫാഷൻസ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലൈംലൈറ്റില് മാളയിൽ അറിയപ്പെടുന്ന സ്റ്റാൻലി വക്കീലാണ്. സ്റ്റാൻലി എടാട്ടുകാരൻ എന്നറിയപ്പെടുന്ന മാളയുടെ വക്കീലാണ്. ഇദ്ദേഹം ഇപ്പോൾ ലൈംലൈറ്റിൽ ഇരിക്കാനുള്ളൊരു കാരണം 2022 ഒരു കേസ് നടന്നിട്ടുണ്ടായിരുന്നു. മാളയിലെ അനീഷ് എന്ന് പറയുന്ന ഒരു അദ്ദേഹം ബലാത്സംഗം ചെയ്തു, അതുപോലെ തന്നെ കത്തിക്ക് കുത്തി ദേഹോപദ്രവം ഏൽപ്പിച്ചു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് കേസ് നടന്നു. അപ്പോൾ പോലീസ് ഈ ഒരു അനീഷിനെ സാത്താൻ അനീഷ് എന്നൊരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ? അന്ന് അത്തരത്തിലെ ഒരു കുറെ വീഡിയോ ആരെ കൊണ്ടൊക്കെ ഫേക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 2022 നടന്ന ഈ ഒരു കുറ്റകൃത്യം അതിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ് സാത്താൻ അനീഷ് എന്ന് പറഞ്ഞ് പോലീസ് വീഡിയോ ഇറക്കിയത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് അത് വാദിച്ച ആ ഒരു കേസ് വാദിച്ച വക്കീലിനെ കാണാൻ വന്നിരിക്കുന്നത്. ഇപ്പോ ഈ കേസിൽ നിന്നും വിമുക്തനായി അനീഷ് നമ്മുടെ നാട്ടിലുണ്ട്. നമസ്കാരം സ്റ്റാൻലി. നമസ്കാരം. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നമ്മൾ കുറെ നാളായി കണ്ടിട്ടല്ലേ? ഈ അനീഷിനെ എന്നാണ് വക്കീൽ പരിചയപ്പെടുന്നത്? അനീഷിനെ നേരിട്ട് പരിചയമല്ല ശരിക്ക്. അനീഷിന്റെ വാപ്പ കരീമാണ് എൻ്റെ അടുത്ത് വന്നേക്കണേ. മോൻ അങ്ങനെ പിടിച്ചേക്കാണ്. അവൻ എൻ്റെ കൂടെ അല്ല താമസം. അവൻ പള്ളുരുത്തിയില് കൊച്ചി കോർപ്പറേഷൻ വിട്ട പള്ളുരുത്തിയിലാണ് താമസിക്കണത്. എന്താണെന്ന് വാപ്പ പറഞ്ഞത്? വാപ്പ പറഞ്ഞത് അനീഷിനെ അവിടെ കൊണ്ട് ഹാജരാക്കാൻ മാള പോലീസ് സ്റ്റേഷനിൽ കൊണ്ട്. അപ്പൊ ഞാൻ അത് അവനെ എന്നെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഈ വിഷയം എന്താണെന്ന് പറഞ്ഞില്ല നമ്മളോട്. അവന്റെ പേരിൽ ഒരു ചെറിയൊരു പെറ്റി കേസ് ഉണ്ട്, നിസ്സാരൊരു കേസ് ഉണ്ട്. അന്ന് കാര്യം അറിയാനാണ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞു. അതെ. അങ്ങനെയാണ് മാള SHO കരീമിനോട് പറഞ്ഞത്, ഈ അനീഷിന്റെ വാപ്പോട്. അതനുസരിച്ച് കരീം അനീഷിനെ വിളിച്ചു വരുത്തി പള്ളുരുത്തിന്ന്. എന്നിട്ട് അവിടെ ഇട്ടിട്ട് കരീമിനോട് പോയിക്കോളെ, വൈകുന്നേരം ആകുമ്പോഴേക്കും വിടാന്ന് പറഞ്ഞു. പക്ഷെ വിട്ടില്ല, അവിടെ തന്നെ ഇട്ടു. അപ്പോ ഞാൻ കേട്ടതനുസരിച്ച് ഇവര് എല്ലാ കാര്യങ്ങളും ഈ അനീഷിനെ രാത്രി നേരത്ത് അതിക്രമിച്ച് കയറി കഴുത്തിൽ കത്തി വെച്ച്